ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നാത്തോൺ ടിപ്സ് ആൻഡ് സ്റ്റിച്ചിങ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആണ്. നമ്മൾ നല്ല നല്ല റെസിപ്പീസൊക്കെ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് കണ്ടു. ഇന്നൊരു ക്രിസ്മസ് സ്പെഷ്യൽ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ക്രിസ്മസ് സ്പെഷ്യൽ സ്റ്റിച്ചിങ് വീഡിയോയിൽ കാണാൻ പോകുന്നത് ഒരു ക്രിസ്മസ് ക്യാപ്പാണ്. നമ്മളത് റെഡിമെയ്ഡായിട്ട് കടകളിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന ക്യാപ്പ് നമുക്ക് ആർക്ക് വേണമെങ്കിലും നമ്മുടെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ക്രിസ്മസ് ക്യാപ്പ്. അപ്പോൾ അതാണ് നമ്മളിന്ന് കൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഇപ്പോൾ റെഡ് കളറുള്ള ഒരു സാറ്റിൻ്റെ തുണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഏത് തുണി വേണമെങ്കിൽ എടുക്കാം. വെൽവെറ്റിൻ്റെ തുണിയാണെങ്കിലും ഒന്നുകൂടെ ഭംഗിയുണ്ടാവും. ഞാനിപ്പോൾ ഇത് രണ്ട് റെഡും വൈറ്റും സാറ്റിൻ്റെ തുണിയാണ് എടുത്തിരിക്കുന്നത്. ആ തുണി ഒന്ന് ഫോൾഡ് ചെയ്ത് രണ്ടായി മടക്കാണ് ഇപ്പോൾ ചെയ്യുന്നത്. രണ്ടായി മടക്കിയിട്ട് നമ്മൾ അതിൻ്റെ ഒരു കോർണറിൽ നിന്ന് ആണ് നമ്മൾ അളവെടുക്കുന്നത്. അതിൽ നമ്മൾ മുകൾ ഭാഗത്തു നിന്ന് താഴേക്ക് ഞാനിവിടെ ഒരു 10.5 ഇഞ്ച് അല്ലെങ്കിൽ 11 ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് തയ്യൽ തുമ്പ് അടക്കം ഇട്ടിട്ട്. ഇതിപ്പോൾ കുട്ടികൾക്ക് തയ്ക്കുന്നതായതുകൊണ്ട് ഞാൻ അധികം വിട്ടിടുന്നില്ല. നമ്മൾ വലിയവർക്ക് തയ്ക്കുകയാണെങ്കിൽ ഒന്ന് കുറച്ചും കൂടി കൂട്ടിയിട്ട് വേണം നമ്മൾ അളവെടുക്കാനായിട്ട്. അപ്പോൾ അകലം വിട്ട് നമ്മളൊരു 8 ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി മുകൾ ഭാഗത്ത് നമ്മുടെ ആ കോർണറിൽ ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ആ മാർക്ക് ചെയ്തതിൽ നിന്ന് താഴേക്ക് നമ്മൾ ഈ സൈഡിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ആ 10.5 അല്ലെങ്കിൽ 11 ഇഞ്ച് തന്നെ അങ്ങോട്ടേക്കും ഈ വശത്തേക്കും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ല കറക്റ്റ് കർവ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇടയിൽ നിന്നും ഇതുപോലെ മുകളിൽ നിന്ന് ഒരു 2-3 മാർക്കും കൂടെ നമ്മൾ കറക്റ്റ് 11.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മളിത് ഷേപ്പാക്കി ഒരു കർവ് നമ്മൾ എടുത്ത അളവുകൾ കൂടി വരച്ചു കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് റൗണ്ടായിട്ട് കിട്ടും. ഇനി നമുക്കത് മാർക്ക് ചെയ്തിരിക്കുന്നതിൽ കൂടെ നമുക്കത് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ക്ലോത്ത് നമുക്ക് ഇങ്ങനെ കിട്ടും. അതിനുശേഷം നമ്മളടുത്ത് നമ്മുടെ വൈറ്റ് സാറ്റൻ എടുത്ത് നമ്മൾ ക്രോസായി വെട്ടിക്കൊടുക്കുകയാണ് വേണ്ടത്. നമ്മളെ ഇഷ്ടമനുസരിച്ച് വീതിയിൽ 2 മടക്കാക്കിയിട്ട് വേണം നമുക്കത് ക്രോസ് അറ്റാച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് മടക്കി നോക്കിയിട്ട് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള വീതി എടുത്ത് അത് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ക്രോസ് പീസുകൾ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് നമുക്ക് ക്യാപ്പിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഒരു ചെറിയൊരു ബോൾ പോലെ ഒരു വൈറ്റ് കളറിൽ നമ്മൾ കാണാറുണ്ട് നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിക്കുമ്പോൾ. അതുപോലത്തെ ഒരു സംഭവം ചെയ്യാനായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് ഒരു തുണീനെ ഞാൻ വെറുതെ നമ്മളൊന്ന് ഉരുട്ടി ഉണ്ട പോലെ ആക്കിയിട്ട് ബോൾ പോലെ ആക്കിയതിന് ശേഷം അത് നല്ല സാറ്റനിൽ വെച്ച് നമ്മളത് സാറ്റനിലോ അങ്ങനെ ഏതെങ്കിലും ഒരു വൈറ്റ് തുണിയിൽ വെച്ച് നമ്മളത് ഒന്ന് പൊതിഞ്ഞ് ബോൾ ഷേപ്പാക്കി എടുക്കണം. നമ്മളിതൊരു ബോൾ പോലെ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കതിൻ്റെ അധികം വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മളിനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്യാപ്പിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് ആ തുമ്പത്ത് വരുന്ന കോർണറിൽ വരുന്ന ഭാഗത്ത് നല്ല തുണിയിലേക്ക് വേണം നമ്മളിത് വെച്ച് കൊടുക്കാനായിട്ട്. നല്ല ഭാഗത്തേക്ക് ഇതുപോലെ താഴേക്ക് വെച്ച് ഒന്ന് മടക്കി നമുക്ക് ഇതിന് ഉള്ളിലേക്ക് ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമ്മൾ ബോൾ കറക്റ്റാക്കി വെച്ച് ഉള്ളിലേക്ക് ബോൾ മാത്രം ഉള്ളിലേക്ക് ആക്കിയിട്ട് നമ്മൾ തുണി കൊണ്ടൊന്ന് പൊതിഞ്ഞ് പിടിച്ചിട്ട് വേണം നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അത് പതിഞ്ഞ് പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ബോൾ കറക്റ്റാക്കി കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ കറക്റ്റാക്കി വെച്ചിട്ട് വേണം നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. നമ്മൾ കോർണർ സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതുപോലെ തന്നെ ഇനി നമ്മൾ താഴേക്ക് സൈഡ് ഭാഗം നമ്മൾ ഒരു സൈഡ് എപ്പോഴും നമുക്ക് മൂടിയിട്ടായിരിക്കണേ തുറന്നിരിക്കുന്ന ആ സൈഡ് നമ്മൾ അരയിഞ്ച് പുറത്തേക്ക് തയ്യൽ തുമ്പിട്ടതിന് ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിനി ഇത് ഉള്ളിൽ നിന്ന് മറിച്ച് പുറത്തേക്ക് എടുക്കാം. നമ്മുടെ ബോൾ പുറത്തേക്ക് നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്കത് നല്ലോണം ബോൾ വെച്ച് നല്ലോണം പുറത്തേക്ക് എടുത്തതിന് ശേഷം ആണ് നമ്മളിനി നമ്മുടെ വൈറ്റ് ക്രൂസ് പീസ് നമ്മളിവിടെ വെച്ച് കൊടുക്കാൻ പോകുന്നത്. അടിയിൽ നമ്മൾ നെറ്റിയിൽ വെക്കുന്ന തലയിൽ വെക്കുന്ന ഭാഗത്ത് നമ്മളത് അടിച്ചു കൊടുക്കാനാണ്. അതിന് വേണ്ടി നമുക്ക് ക്രൂസ് പീസ് ഒന്ന് മടക്കി ആദ്യം തന്നെ ക്രൂസ് പീസ് രണ്ടാക്കി മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. ഇനി നമ്മൾ ആ ക്രോസ് പീസിനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ക്യാപ്പിൻ്റെ അറ്റത്തോട് ചേർത്ത് കൊടുക്കണം. നമ്മൾ പുറകു വശത്തുനിന്ന് നല്ല ഭാഗത്തു നിന്നല്ല നമ്മൾ അടിക്കുന്നത്, ബാക്ക് സൈഡിൽ നിന്ന് ഉൾഭാഗത്തു നിന്ന് നമ്മൾ പുറത്തേക്ക് എടുക്കാനാണ് തയ്ച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ അരികുവശം ചേർത്ത് നമ്മൾ ക്രോസ് പീസിനെ ഫുള്ളായി റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ അത് ഫുള്ളായി റൗണ്ട് ചെയ്ത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ മടക്കി ഫ്രണ്ടിലോട്ട് നല്ല ഭാഗത്തേക്ക് നമ്മൾ സാറ്റൻ വൈറ്റ് ലെയർ കാണുന്ന വിധത്തിൽ മറച്ചിട്ട് ഒന്ന് ഇതുപോലെ തന്നെ ഫുൾ റൗണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മളത് ഫുള്ളും റൗണ്ട് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ക്രിസ്മസ് ക്യാപ്പ് റെഡി ആയിട്ടുണ്ട്. അതാണ് നമ്മുടെ ക്യാപ്പോടെ റെഡി. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ കുഞ്ഞു ഉണ്ണികൾക്കൊക്കെ കറക്റ്റ് സൈസിൽ നമുക്ക് ചിലപ്പോൾ കടകളിൽ നിന്ന് മേടിക്കാൻ കിട്ടിയില്ലെന്ന് വരും. അങ്ങനെ വരാണ്ടൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതുപോലെ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞാവയ്ക്ക് ഞങ്ങൾ സ്വന്തമായിട്ട് തയ്ച്ച ക്രിസ്മസ് ക്യാപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അവന് റെഡിമെയ്ഡ് മേടിക്കണതൊന്നും പാകമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ തോന്നിയത് തയ്ക്കാനായിട്ട്. സുന്ദരനായിട്ട് തൊപ്പിയൊക്കെ വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ണികളൊക്കെ ഉള്ളവർ തയ്ച്ച് നോക്കുക, സ്റ്റിച്ച് ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, സുഖമായിട്ട് തയ്ക്കാനും പറ്റും. അപ്പോൾ ഇനി ഇതുപോലുള്ള വീഡിയോസ് കാണുന്നവരേക്കും ബൈ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.